അമയ പ്രസാദ് രണ്ടാം സ്ഥാനത്താണ്. പത്മിനി തോമസ് തോറ്റുപോയി. ഷംസാദ് മരക്കാർ, വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷംസാദ് മരക്കാർ തോറ്റുപോയി. നവ്യ ഹരിദാസ് തോറ്റുപോയി. അവിടെ കോൺഗ്രസ് വിമതനായി മത്സരിച്ച ആളാണ് അവിടെ ജയിച്ചത്. നവ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നു കോഴിക്കോട്. മമ്പറം ദിവാകരൻ വിജയിച്ചിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ BJP വീണ്ടും മുന്നേറുകയാണ്. NDA 22, UDF 14. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി അവർ എത്തിയിരിക്കുന്നു. ഒരു നേരിയ സംഘർഷവും ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ അടാട്ട് പഞ്ചായത്തിൽ അനിലക്കരയ്ക്ക് ലീഡുണ്ട്. 200 വോട്ടിന്റെ ലീഡുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കൂടെ സ്ഥാനാർത്ഥിയായിരുന്നു മാഗ്ന. 23 വയസ്സാന്ന് തോന്നുന്നു. 23-21 വയസ്സായിരുന്നു മാഗ്ന. പക്ഷെ ഇപ്പൊ പിന്നില്ല. അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFിന് ഏറ്റവും പ്രായം കൂടെ സ്ഥാനാർത്ഥി. ഇനിയിപ്പോ പ്രധാനമായിട്ടും വരാനുള്ളത് ആളുകളുടെ പ്രതികരണങ്ങളാണ്. സണ്ണി വക്കീൽ നേരത്തെ ഒന്ന് സംസാരിച്ചു പോയി. പക്ഷേ ഇനിയിപ്പോ ആണ് കോൺഗ്രസിന്റെ നേതാക്കളും ലീഗിന്റെ അടക്കമുള്ള UDFിന്റെ നേതാക്കൾ വന്ന് അതീവ സന്തോഷത്തോടെ വന്ന് സംസാരിക്കേണ്ടത് ഒന്ന്. രണ്ടാമത്തത് LDFിൻ്റെത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, LDF എൻ്റെ ഒരു പ്രവചനം ഈ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനവിധി കാരണം ആ സെന്റൻസ് പറയേണ്ടും വിധം കനത്തതാണ്. ഇതൊരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണെങ്കിൽ ഇത് ഈ പറയുന്ന മറ്റൊരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്, വർഗീയ ശക്തികളുടെ ഒന്നിച്ചു നിൽപ്പാണെന്നൊക്കെ അവരുടെ തെറ്റായ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് അവരുടെ രാഷ്ട്രീയ അംഗങ്ങൾ പറയാവുന്ന കാര്യം, പൊളിറ്റിക്സ് പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇതിനകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കും എന്നൊരു വാക്ക് MP ഗോവിന്ദ മാഷും മറ്റും പറയേണ്ടതുണ്ട്, പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഒരു പിക്ചർ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് എന്ന് വേണമല്ലോ പറയാൻ. ആം ആദ്മി പാർട്ടി വയനാട്ടിൽ അക്കൗണ്ട് തുറന്നു എന്നത് വയനാട്ടിൽ ആം ആദ്മി പാർട്ടിയും 2020 ഇടുക്കിയിലും മാങ്ങ ചിഹ്നത്തിൽ. സനീഷ്, ഞാൻ ഇതിന്റെ ഒരു ഒറ്റ ഉദാഹരണം പറയാം. കോഴിക്കോട് എന്ന് പറയുന്ന ഇടതുകോട്ടയാണ്. കൊടുവള്ളി ഒഴികെ വേറെ ഒരു നിയമസഭാ മണ്ഡലവും അവിടെ ജയിച്ചിട്ടുള്ള MK മുനീർ മാത്രമാണ് അവിടെയുള്ള UDF MLA. അവിടുത്തെ കണക്കെയാണെന്ന് പറയാം. കോഴിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ LDF 34, UDF 31. തൊട്ടു പിന്നിലുണ്ട്. കോഴിക്കോട് പോലെ ഒരു ജില്ലയിലാണെന്ന് ഓർക്കണം. ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 6, UDF 4. മുനിസിപ്പാലിറ്റികളിൽ LDF 3, UDF 4. ജില്ലാ പഞ്ചായത്തിൽ LDF 14, UDF 13, അതേഴ്സ് 1. അതായത് കോഴിക്കോട് പോലൊരു ജില്ലയാണ് ഞാൻ പറയുന്നത്. കണ്ണൂർ പോലെ തന്നെ ഒരു ഇടതുകോട്ട എന്ന് പറയാവുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി ഇതാണ്. അതായത് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷക്കാർ തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തത്. അങ്ങനെയല്ലേ? അങ്ങനെ ഇടതുപക്ഷക്കാർ തന്നെ. അത് ശബരിമലയിലെ ആ സംഭവത്തിന്റെ വിധിയാണ് എന്ന് വലിയൊരു ഭാഗം UDF അപ്പാടെ തന്നെയും LDFിലെ ചെറിയൊരു ഭാഗവും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാലത്തും തോന്നിയിട്ടില്ല ശബരിമലയിലെ സ്ത്രീ പ്രവേശന സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ രോഷം കൊണ്ടാണ് ആ വോട്ട് വന്നത്. അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ആഗ്രഹത്തിൽ വയനാട്ടിൽ മത്സരം അത് വെച്ചാണ് അങ്ങനെ. പക്ഷേ ആ കാലത്തെന്ന പോലെ അത് അത്ഭുതമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വോട്ട് ചെയ്യുന്നു എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ, ഏറ്റവും താഴെയുള്ള ഇലക്ഷനിൽ അതുപോലെ ഇടതുപക്ഷക്കാർ തന്നെയും അപ്പുറത്ത് വോട്ട് ചെയ്തോ എന്നത് ഇടതുപക്ഷം കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അങ്ങനെ നടക്കുന്നു എന്നത് കുറച്ച് അലാമിംഗ് ആണ്. ഈ ഇടതുപക്ഷത്തിന് ആകെപ്പാടെ അലാമിംഗ് ആണ്. എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും BJPക്ക് വലിയ തോതിൽ അവർക്ക് സമ്പൂർണ്ണമായിട്ട് മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത്, ഒരുപക്ഷേ LDFിനേക്കാളും UDFിനേക്കാളും പണം ചെലവഴിച്ചിട്ടുണ്ടാവുക BJP ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം അവർക്ക് കേന്ദ്രത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. അതിന് തുല്യമായിട്ടുള്ള, അതിന് തക്കതായിട്ടുള്ള വിജയം NDAക്ക് ഉണ്ടായോ BJPക്ക് ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. പക്ഷേ LDFിന്റെ ചില കേന്ദ്രങ്ങളിലടക്കം ഇവർ സിറ്റിംഗ് സീറ്റ് BJP LDFിൻ്റെത് പിടിച്ചെടുക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്തും പ്രത്യേകമായ ചിന്ത കൊടുക്കേണ്ടി വരും. സാധാരണ എന്ന് പറയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ ആയിട്ടാണല്ലോ വരിക. അപ്പൊ നിയമസഭയുടെ ഒരു സെമി ഫൈനലാണ് ആ കാട്ടിപ്പ ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഇതിപ്പം സർക്കാരിന് ഒരു 6 മാസം കൂടി സമയമുണ്ട്. UDFിനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമാണ്. അവർക്ക് ആത്മവിശ്വാസം ഇരട്ടിയാകും. നിയമസഭ ഒരു പ്രധാനപ്പെട്ട കാർഡ് കാണിക്കുന്നുണ്ട്. അനിലക്കര വിജയിച്ചിരിക്കുന്നു. 321 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. LDF സ്ഥാനാർത്ഥിക്ക് അവിടെ 249 വോട്ട്. ആസിഫ് ഒന്ന് സമഗ്രമായിട്ടൊരു പിക്ചർ തന്നെ. തീർച്ചയായും നമുക്ക് എന്തായാലും ഒരു LDFിന്റെ ഒരു തരംഗം എന്ന് പറയാവുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് 2020 ഒരു കക്ഷിനില വെച്ച് നോക്കുകയാണെങ്കിൽ LDFിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. LDF 582 പഞ്ചായത്തിലാണ് 2020 അധികാരത്തിലെത്തിയത്. UDF വെറും 337 പഞ്ചായത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ UDF 444 പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നു. LDF 582 നിന്ന് 378 എത്തിയിരിക്കുന്നു. മറ്റൊന്ന് BJP ആണ്. 13 പഞ്ചായത്തുകൾ മാത്രം അധികാരത്തിലുണ്ടായിരുന്ന BJP ഇപ്പോൾ 24 പഞ്ചായത്തുകളിൽ അവർ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം 5 കോർപ്പറേഷൻ LDFിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരൊറ്റ കോർപ്പറേഷൻ മാത്രമായിരുന്നു UDF ഉണ്ടായിരുന്നത്. അതിലും വലിയ മാറ്റം. അത് BJP
BJPക്ക് 4 സീറ്റ് നിലവിലുണ്ട്. BJPക്ക് നിലവിൽ 4 സീറ്റ് ഉണ്ട്. LDFന് നിലവിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ 6 സീറ്റ് അവർക്കുള്ളത് ഇപ്പോൾ അവർ കിട്ടിയ ഒരു സീറ്റ് കൂടി അവർ കിട്ടാൻ സാധ്യത. നമുക്ക് എന്തായാലും പഞ്ചായത്തിൽ 3 കക്ഷികൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്ത് UDF തന്നെ വരും. അല്ല, UDFന് മേൽക്കൈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പിന്നെ തീരുമാനിച്ച് ആലോചിച്ച് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ പറയാം. ശരി, അനിൽ അക്കരയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആസിഫെ തുടർന്നോളൂ. തീർച്ചയായും അങ്ങനെ 2020 താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ ഘട്ടത്തിലും UDFന് വലിയ ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണമെടുക്കുകയാണെങ്കിൽ 11 ജില്ലാ പഞ്ചായത്തുകൾ LDF കൈവശം വെച്ചെടുത്തുനിന്നാണ് ഇപ്പോൾ 7 എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി നമുക്കറിയാം 86 മുനിസിപ്പാലിറ്റികളിൽ 44 LDFന്റെ കയ്യിലും 41 നേരത്തെ UDFന്റെ കയ്യിലുമായിരുന്നു. പക്ഷേ ഇത്തവണത്തേക്ക് വരുമ്പോൾ അത് 29-53 മാറിയിരിക്കുന്നു. UDF അവിടെ വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും അത്തരത്തിൽ തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 2020 113 LDF 38 UDF എന്നതായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം LDF 86-ലേക്കും UDF 86-ലേക്കും LDF 65-ലേക്കും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വലിയൊരു തരംഗമായി ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അവർ അധികാരത്തിലുണ്ടായിരുന്ന ചില ഏരിയകളിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നുവെങ്കിൽ പോലും പക്ഷേ അതിന് പകരം മറ്റ് പല മേഖലകളിലായി, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ UDFന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ തന്നെ BJPയും അവരുടെ നില ക്രമാനുഗതമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാം. ഇനി അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ പോലും UDFന്റെ കാര്യത്തിൽ ഇനി വലിയ പിന്നോട്ട് പോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കൊല്ലം പോലെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF ചുവപ്പ് കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൊല്ലം പോലെയുള്ള ജില്ലകളിൽ പോലും LDF വലിയ തിരിച്ചടി നേരിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ ഒരുപക്ഷെ കൊല്ലം കോർപ്പറേഷനിലൊക്കെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന അപ്പുറമാണ് എന്നാണ് ഇപ്പോൾ തന്നെ വിലയിരുത്തുന്നത്.